സുജിത് സുരേന്ദ്രൻ കൂടി ഇപ്പോൾ ചേരുന്നു. സുജിത്ത്, ഈ സംഭവം എന്താണ് എന്ന് നമുക്ക് ഒന്നുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ കുറേ വർഷങ്ങളായി ഇതേപോലെ വൈദ്യുതി ലൈൻ വിദ്യാലയത്തിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിലൂടെ താഴ്ന്നു കിടന്ന ആ അവസ്ഥയിൽ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അതങ്ങനെ അല്ല എന്ന് പറയുന്നുണ്ട്. അതിൽ ഒരു നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. അതിൽ KCB അതിനൊരു കോട്ടിംഗ് കേബിൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കവചിത കേബിൾ നൽകാമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരു വ്യക്തത എന്താണ്? യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ ആ സ്കൂളിൽ സംഭവിച്ചത് എന്താണ് സുജിത്ത്? പ്രജിൻ, ഈ വീഴ്ച സംഭവിച്ചു, അതായത് ഈ ലൈൻ വൈദ്യുത ലൈൻ സ്ഥാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിൽ വർഷങ്ങൾക്ക് മുമ്പേ സ്ഥാപിച്ച ഒരു ലൈനായിരുന്നു ഇത്. സമീപത്തെ ഗേൾസ് ഹൈസ്കൂൾ, ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു ഗേൾസ് ഹൈസ്കൂളിലേക്കും സമീപത്തെ 2 വീടുകളിലേക്കും പോകുന്നതിന് വേണ്ടിയുള്ള ലൈനാണ് അത്. ആ ലൈൻ താഴ്ന്നു കിടക്കുന്ന കാര്യം കൃത്യമായി PTA കൃത്യമായി മാനേജ്മെൻറ്റിനെ അറിയിക്കുകയും ഇത് കമ്മിറ്റി യോഗത്തിൽ കൃത്യമായി മിനിറ്റ്സ് ചെയ്യുകയും ചെയ്തതായിരുന്നു. പക്ഷേ രേഖാമൂലം ഒരു പരാതിയും KSEBയിൽ നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സാധിക്കുന്നു. പക്ഷേ KSEB അധികൃതരെ ഇക്കാര്യം വിളിച്ചറിയിച്ചിരുന്നു എന്നാണ് സ്കൂളിലെ അധികൃതർ പറയുന്നത്. പക്ഷേ ഈ നാളുകളേറെയായിട്ടും ഇതിനൊരു നടപടി ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയില്ല. അത് പലതവണ പറഞ്ഞ സ്ഥിതിക്ക് ഇത് നടക്കാത്ത ഒരു സാഹചര്യത്തിൽ പിന്നീട് പരാതിയുമായി സ്കൂൾ അധികൃതർ മുന്നോട്ട് പോവുകയും ചെയ്തില്ല. അത്തരത്തിലാണ് ഇതിനിടയിലാണ് 2016-ൽ ഇവിടെ ഒരു സ്കൂളിൻ്റെ ഈ കുട്ടികളുടെ സൈക്കിളുകൾ വെക്കുന്നതിന് വേണ്ടി ഒരു ഷെഡ് അവിടെ നിർമ്മിച്ചത്. ആ ഷെഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ലൈനിന് കീഴിൽ ഒരു ഷെഡ് നിർമ്മിക്കുമ്പോൾ അത് KSEB അറിയിക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് KSEB അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇതിന് അനുവാദം നൽകേണ്ടതുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അനുമതി നിഷേധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇതൊന്നും ഇവിടെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് ഇത്തരത്തിലൊരു ഷെഡിന് മുകളിലൂടെ ആ ലൈൻ കടന്നുപോയത്. പരസ്പരം ഈ കമ്പികൾ കൂട്ടിമുട്ടാതിരിക്കുന്നതിന് വേണ്ടി ഒരു കവചം മാത്രം, ഒരു വളയം മാത്രമാണ് അവിടെ സ്ഥാപിച്ചിരുന്നത്. പക്ഷേ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ സ്കൂൾ അധികൃതർ ഇവിടെ ഇതിന് ചുറ്റും ഒരു ഇൻസുലേഷൻ വേണം, ഈ കേബിളിന് ഒരു ഇൻസുലേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ലൈനിന് ചുറ്റുമുള്ള ഇൻസുലേഷൻ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായില്ല, KSEB അധികൃതർ തയ്യാറായില്ല എന്നൊരു ആക്ഷേപമാണ് സ്കൂൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇപ്പോൾ പരസ്പരം പഴിചാരി ഈ കുറ്റത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാണ് ഇരുകൂട്ടരും ശ്രമിക്കുന്നതെന്നുള്ളതാണ്. ഇവിടെ ഒരു ആദ്യമെത്തിയ പരിശോധനയ്ക്കായി എത്തിയ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ തഹസിൽദാർ അടക്കമുള്ളവർ സ്കൂളിൻ്റെ വീഴ്ച ചൂണ്ടിക്കാട്ടാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസും ഇലക്ട്രിക്കൽ അതോറിറ്റിയും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തി പരിശോധന നടത്തിയപ്പോൾ വീഴ്ച കൃത്യമായി സംഭവിച്ചിട്ടുണ്ടെന്നും ഇതിൻ്റെ റിപ്പോർട്ട് വൈദ്യുത മന്ത്രിക്കടക്കം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ വീഴ്ച ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്, ഇത് രേഖകളാവുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അല്പം സമയം മുൻപാണ് ഇവിടെ റൂറൽ SP KM സാബു മാത്യു സ്ഥലം സന്ദർശിച്ചത്. അതിനുശേഷം അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഇതിൽ ഇപ്പോൾ ഈ കേസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. കൃത്യമായ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. ശാസ്താംകോട്ട DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാകും ഈ കേസ് അന്വേഷിക്കുക. ഇപ്പോൾ മുൻവിധികളോടുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറല്ല. കൃത്യമായി നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും സംഭവത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കൂടി ഈ സ്കൂൾ പരിസരം വേദിയാകുന്ന കാഴ്ച കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തി. കൂടാതെ BJP, SDPI തുടങ്ങിയ സംഘടനകളൊക്കെ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. SFI അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം CPIയും നേതൃത്വം നൽകുന്ന ഒരു ഭരണസമിതിയാണ് ഇവിടെ ഉള്ളത്. ആ മാനേജ്മെന്റിനെതിരെ തന്നെ ഇപ്പോൾ SFIയും AISF അടക്കമുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. നാളെയും ശക്തമായ പ്രതിഷേധങ്ങൾ അരങ്ങേറുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ സ്കൂളിൽ അടിയന്തര PTA കമ്മിറ്റിയും വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രജിൻ, യെസ്, അതാണ് എന്തായാലും അത് ഒറ്റനോട്ടത്തിലും മനസ്സിലാവുന്നുണ്ട്. KSEBയുടെ ഭാഗത്തും സ്കൂളിൻ്റെ ഭാഗത്തൊക്കെ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന്. കാരണം ഇത്രയും കാലമായത് ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന ആ വൈദ്യുതി ലൈൻ അതൊന്ന് മാറ്റി സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ അവിടെ ഒരു പോസ്റ്റ് സ്ഥാപിക്കാൻ എന്തുകൊണ്ട് ആരും ശ്രമിച്ചില്ല എന്ന വലിയ ചോദ്യമുണ്ട്. പക്ഷേ അപ്പോഴാണ് ഇന്ന് നേരത്തെ തന്നെ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോവിന്ദ് നടത്തിയ പ്രതികരണം വിവാദത്തിലാകുന്നത്. ആ കുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ആ കുട്ടിക്ക് പറ്റിയൊരു അബദ്ധം എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ അത് വലിയ വിവാദമാവുന്നുണ്ട്. അതിനെതിരെയും വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് അവിടുത്തെ ഒലക്കരയിൽ.